ഇത് വയറ്റിൽ ചെന്ന് ഉടനെ ഗിള് സൗണ്ടും വരാൻ തുടങ്ങി. കാലക്കി എടുക്കണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് മാങ്ങപ്പഴം കൊണ്ട് കുടം കലക്കി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കുടം കലക്കിക്ക് ആവശ്യമായ മാങ്ങ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മാങ്ങൻ്റെ തൊലി ഇതെങ്ങനെ വലിച്ചെടുക്കാൻ പോവാണ്. കത്തി കൊണ്ട് ഇതിങ്ങനെ തൊലി ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. നന്നായി പഴുത്ത മാങ്ങപ്പഴമാണ്. ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സംഗതി പഴുത്തിരുന്നാൽ മതി. നല്ല ഈസി ആയിട്ട് ഇതിൽ തൊലി വരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് പണി എളുപ്പമാണ്. ഇങ്ങനെ മാങ്ങയ്ക്ക് നല്ല മണമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മാങ്ങപ്പഴം റെഡി. ഏത് ഐറ്റം വെറൈറ്റി മാങ്ങയാണെന്ന് എനിക്ക് പേര് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ മാങ്ങൻ്റെ പേര് അറിയുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മാങ്ങൻ്റെ പേരിടുക. ഇതൊരു വേറെ ടൈപ്പ് മാങ്ങയാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കിളിമൂക്ക് മാങ്ങ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ പാലക്കാട് ഇതിന് കിളിമൂക്ക് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ള പേര് നിങ്ങൾ കമൻറ്റിൽ ഇടുക. പാലക്കാടൻ ഭാഷയിൽ കിളിമൂക്ക് മാങ്ങ എന്ന് പറയും. മറ്റതിൻ്റെ പേര് നമുക്കറിയില്ല, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേക മണമുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങ മുറിക്കാം. കിടു നല്ല മണം മാങ്ങയ്ക്ക്. അടുത്ത് മാങ്ങി നമുക്ക് കട്ട് ചെയ്യാം. കിടു മണമാണ് കേട്ടോ സാധനം. ഇതിനെ ആദ്യം രണ്ടായി കട്ട് ചെയ്യാം. ശേഷം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുക. മാങ്ങ നല്ല വഴുക്കലുണ്ട് കേട്ടോ, ഫുള്ളായി പഴുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ ഈ അറുത്ത് വെച്ച മാങ്ങനെ കുടത്തിലേക്ക് മാറ്റാം. നമ്മൾ നന്നായി സീസൺ ചെയ്ത ഒരു മൺകുടമാണ് എടുത്തിട്ടുള്ളത്. എണ്ണയും തീയും ഒക്കെ കൂടി സീസണിങ് ആകുമ്പോഴാണ് നമ്മുടെ ഈ മൺകുടം നല്ല ബ്ലാക്ക് കളറിലാവുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ മാങ്ങനെയും കുടത്തിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു വലിയൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്, രണ്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാങ്ങപ്പഴത്തിൽ ഒരു നാരങ്ങ മുഴുവനും നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അടുത്ത നാരങ്ങ പീസും പിഴിയുക. നാരങ്ങയും മാങ്ങയും ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ പരിപ്പ് മത്തെടുത്തിട്ട് മുറിച്ച് വെച്ച മാങ്ങയിലും നാരങ്ങയും പിഴിഞ്ഞയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പരിപ്പ് മത്തൊക്കെ ഇപ്പോൾ ഇന്ന് കാലത്ത് ഇവിടെ എല്ലാ വീട്ടുകളിലും ഉണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്. ഒക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴൊക്കെ എല്ലാവരും മിക്സി ഗ്രൈൻഡർ എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് ഫുള്ളും. നമ്മൾ ചട്ടി പൊട്ടാൻ പാടില്ല. അപ്പോൾ നോക്കിയിട്ട് നന്നായി പഴുത്ത മാങ്ങയാണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായി നമ്മളത് ഉടച്ചെടുക്കുക. നമ്മൾ ജ്യൂസ് എടുക്കുന്നതിന് പകരമാണ് ഒറിജിനൽ മാങ്ങന അങ്ങനെ ഇട്ട് നമ്മൾ മൊത്തം ഇങ്ങനെ കടഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു, കടച്ചൽ കഴിഞ്ഞു. ഇതാ കടഞ്ഞു വെച്ച മാങ്ങയിൽ വലിയ ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് ഷുഗർ ഉണ്ട്, കാരണം ഓൾറെഡി മധുരം ഉണ്ടല്ലോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കടഞ്ഞു കൊടുക്കുക. വീണ്ടും ഓൾറെഡി മാങ്ങയാണ്, നല്ല മധുരമുള്ള സാധനമാണ്, എന്നാലും കുഴപ്പമില്ല. ഷുഗർ ലൈറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് പ്ലാൻ ചെയ്യുക. സോ ഇതൊരു വെറൈറ്റി കുടങ്കലൊക്കെയാണ് കേട്ടോ. നമ്മളൊരു സോഡ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 സോഡ ഇതെങ്ങനെ ഒഴിച്ച് കലക്കി എടുക്കണം.
ആ കിടുവായിട്ടുണ്ട് യെല്ലോ കളറിൽ. അപ്പോൾ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള കുടം കലക്കി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം ഇപ്പം പറയാം. അപ്പോൾ ഇതിൽ നാരങ്ങൻ്റെ ഫ്ലേവർ, ദെൻ പഴുത്ത മാങ്ങൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും, ദെൻ നമ്മുടെ സോഡൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഗ്യാസും പ്ലസ് ലൈറ്റായിട്ട് ഷുഗറും, ഇതൊക്കെ കൂടി ഒരു മിക്സായിട്ട് ഒരു വെറൈറ്റി സാധനമാണ്. ശരിക്കും കിഡു ഐറ്റമാണ്. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ട് കുടിക്കുമ്പോൾ തന്നെ. അതുമില്ല ഇത് വയറ്റിൽ ചെന്ന് ഉടനെ എനിക്ക് നമ്മുടെ വയറ്റിൽ ചെറുതായിട്ട് സൗണ്ടൊക്കെ ഉണ്ടാവാറില്ല ചില സമയത്ത്, ഗിള് അതുപോലെ സൗണ്ടും വരാൻ തുടങ്ങി. സംഗതി മൊത്തത്തിൽ നമ്മുടെ മാങ്ങപ്പഴം കൊണ്ടുള്ള കുടംകലക്കി കിടിലനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. മാങ്ങപ്പഴം കൊണ്ടുള്ള കുടംകലക്കി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.